യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് നവംബർ 2 മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ദിവസമായിട്ട് ഇന്ന് കാണുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നേ ദിവസം നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. യാഥാർത്ഥ്യം എന്താണ്? പ്രാർത്ഥിക്കണം. കാരണം ഒരുപാട് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ഇന്നെന്നല്ല എന്നും പ്രാർത്ഥിച്ചിരിക്കണം. നമ്മുടെ കുടുംബത്തിൽ നിന്നും മരണപ്പെട്ടു പോയ ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ടാകാം, ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി അവരുടെ പാപങ്ങൾ ക്ഷമിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. എൻ്റെ അച്ഛൻ്റെ അച്ഛൻ മരിക്കാൻ പോകുന്നതിനൊക്കെ ഒരാഴ്ച മുന്നേ അച്ഛൻ്റെ അച്ഛൻ പെട്ടെന്ന് യാദൃശികമായിട്ട് പ്രാർത്ഥിക്കാത്ത ഒരാൾ പ്രാർത്ഥിക്കുന്നതായി ഞാൻ കണ്ടു. ഞാൻ ശല്യം ചെയ്യാനായിട്ട് പോയില്ല. അദ്ദേഹം എന്നെ അല്പസമയം കഴിഞ്ഞ് വിളിച്ചു. ഞാൻ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എന്നെപ്പോലെ കഴിയുന്ന ഒരുപാട് പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ആ നിമിഷം എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. പറഞ്ഞു വന്നത് അദ്ദേഹം മരിക്കാൻ വേണ്ടി പോവുക, അപ്പോൾ ആ വ്യക്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ അച്ഛനെ പോലെ തന്നെ മരണപ്പെടാനിരിക്കുന്ന അല്ലെങ്കിൽ മരിച്ചു പോയിട്ടുള്ളവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണം. അപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ഇത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിലൊരു മടിയും കാണിക്കരുത്. നമ്മൾ അർപ്പിക്കുന്ന കുർബാനയിലൊരു പങ്ക്, വചനം പ്രാർത്ഥിക്കുമ്പോൾ, ബൈബിള് വായിക്കുമ്പോൾ അതിലൊരു പങ്ക്, അതുപോലെ നമ്മൾ ചെയ്യുന്ന ജപമാല ചൊല്ലുന്ന ജപമാലയിൽ ഒരു രഹസ്യം, അങ്ങനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും അവർക്ക് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ശാരീരിക അസ്വസ്ഥതകൾ, ചില ആത്മാക്കൾ നമ്മളോട് പ്രാർത്ഥന ആവശ്യപ്പെടുന്നത് തന്നെ നമ്മുടെ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളിലൂടെ തന്നെയാണ്. എനിക്ക് ഒരുപാട് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനത് അറിഞ്ഞിരുന്നില്ല എന്നുള്ളത് നമ്മൾ പെട്ടെന്ന് അറിയില്ല. ഇപ്പം നിങ്ങൾ രോഗിയാണെങ്കിൽ, നിങ്ങൾ വളരെയധികം വേദന അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങളുടെ ആ അവസ്ഥയെ, നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു അവസ്ഥയെ ഒരു ആത്മാവിന് വേണ്ടി, ആത്മാക്കൾക്ക് വേണ്ടി നിങ്ങൾക്ക് സമർപ്പിക്കാം. ഈ ലോകത്ത് ഒരുപാട് പാപികൾ നമുക്കറിയാം, പാപികളാണ് മരണപ്പെടുന്നതല്ല. അപ്പം ഇന്നത്തെ ഒരു ദിവസം എത്രയോ ആത്മാക്കൾ മരണപ്പെട്ടിട്ടുണ്ട്, ഒത്തിരി പേര് മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്നും യേശുവിനെ അറിയുന്നവരല്ല, അല്ലേ? എല്ലാവരും ഒന്നും യേശുവിനെ അറിഞ്ഞിട്ടും പ്രാർത്ഥിക്കുന്നവരും വിശുദ്ധിയിലായിരിക്കുന്നവരും ഒന്നും അല്ല. ഈ പറഞ്ഞ കുമ്പസാരം സ്വീകരിച്ചവരായിരിക്കണമെന്നില്ല, നല്ല ജീവിതം ജീവിച്ചവരായിരിക്കണമെന്നില്ല. അപ്പോൾ ഞാനുൾപ്പെടെ എല്ലാവർക്കും ഒരുപാട് പോരായ്മകളുണ്ട്. ഒരു ചെറിയ തെറ്റ് മതി നമുക്ക് ദൈവത്തിൻ്റെ അരികിൽ നിന്ന് നമ്മളെ തട്ടി മാറ്റാനായിട്ട്. അപ്പോൾ അങ്ങനെ ഇന്ന ദിവസം മരണപ്പെട്ടു പോയ ഒരുപാട് ദൈവമക്കളുണ്ട്. ഇനി മരിക്കാനായിട്ട് കിടക്കുന്നവരുണ്ട്, അല്ലേ? അപ്പോൾ ഇവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് മാത്രം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഒരാത്മാവ് മരണപ്പെട്ട് ഭൂമിയിൽ നിന്നും പോയി കഴിഞ്ഞാൽ ആ ആത്മാവിന് പിന്നെ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. അല്ലെങ്കിൽ ആ വ്യക്തി മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് ഒരു പക്ഷേ പ്രാർത്ഥിച്ചിരിക്കണം. പക്ഷെ നമ്മുടെ മരണമാണെന്ന് പലപ്പോഴും നമ്മൾ അറിയാതെയാണ് മരണം നമ്മളെ വിളിച്ചുകൊണ്ട് പോകുന്നത്. ചില കാര്യങ്ങളിൽ മാത്രമാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കാരണം അത് ദൈവം നമ്മോട് മുൻകൂട്ടി അറിയിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ പല ആളുകൾക്കും പെട്ടെന്നുള്ള മരണം കാരണം അവരെ ആത്മാവിനെ കുമ്പസാരത്തിലൂടെ പോലും വിശുദ്ധീകരിക്കാനായിട്ട് സാധിക്കാത്തതില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് പറയുന്നത്, ദൈവത്തിന് വരവുണ്ട്. ആ ദൈവത്തിൻ്റെ വരവിന് മുൻപ് അവൻ വരുന്നത് നമ്മൾ നേരത്തെ അറിഞ്ഞിരുന്നുവെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും നമ്മൾ ഒരുങ്ങിയിരിക്കണം, അല്ലേ? അപ്പോൾ ഒരു കള്ളൻ അപ്പോൾ വിശുദ്ധ വേദപുസ്തകം തന്നെ നമ്മളോട് പറഞ്ഞ, കള്ളൻ വരുമെന്ന് നിങ്ങൾ നേരത്തെ അറിഞ്ഞാൽ ഇന്ന് എൻ്റെ വീട്ടിൽ കയറുമെന്ന് എനിക്ക് ഉറപ്പാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അവൻ എടുക്കുന്ന സാധനങ്ങൾ എന്താണെങ്കിലും നമ്മൾ എടുത്ത് ഒളിപ്പിച്ചു വെക്കാറുണ്ട്. അതുപോലെ തന്നെ ദൈവം വരുമെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സെക്കൻഡുകളും മണിക്കൂറുകളും നമുക്ക് ദൈവം തന്നിരിക്കുന്ന ആ സമയത്ത് നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തുക. നമ്മുടെ ആത്മാവിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥനയോ കാര്യങ്ങളോ ഒന്നും അല്ല. ദൈവം ആഗ്രഹിക്കുന്ന പൂർണ്ണ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടുമുള്ള പൂർണ്ണ വിശുദ്ധിയാണ്. ഒരു കളങ്കമില്ലാത്ത, ഒരു തരി പോലും കളങ്കമില്ലാത്ത ഒരു വിശുദ്ധി. അപ്പം നമുക്ക് ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് ആത്മാക്കൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയെ കുറിച്ചിട്ടാണ്. അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിലൊരു മടിയും കാണിക്കാതിരിക്കുക.
നിങ്ങൾ ഓർക്കുക, നിങ്ങളുടെ കുടുംബത്തിൽ നിന്നും മരണപ്പെട്ടു പോയവരൊക്കെ ഇപ്പോൾ എവിടെയായിരിക്കും? യഥാർത്ഥത്തിൽ അവർ ദൈവസന്നിധിയിൽ ചെന്നിട്ടുണ്ടോ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? എൻ്റെ ഒരു അനുഭവത്തിൽ എൻ്റെ വല്യമ്മ മരിക്കുമ്പം, എൻ്റെ വല്യമ്മച്ചിക്ക് ക്യാൻസർ ആയിരുന്നു. എൻ്റെ കൺമുന്നിലാണ് വല്യമ്മച്ചി മരിച്ചത്. വല്യമ്മച്ചിയുടെ നല്ലൊരു മരണമായിരുന്നു. കാരണം സ്വർഗം നേരിട്ട് ദർശിച്ച ഒരാളാണ് എൻ്റെ വല്യമ്മ. വല്യമ്മച്ചി പരിശുദ്ധ അമ്മയെ നേരിട്ട് കാണുകയും അമ്മ സംസാരിക്കുന്ന കാര്യങ്ങൾ അമ്മ വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ വേറൊരു അത്ഭുതകരമായ കാര്യം, ഈ അമ്മയ്ക്ക് ഒരിക്കലും പരിശുദ്ധ അമ്മയെക്കുറിച്ച്, യേശുവിനെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല. പക്ഷേ മരിക്കുന്നതിനൊക്കെ കുറേ നാളുകൾക്ക് മുൻപ് തന്നെ പരിശുദ്ധ അമ്മ ഇതെല്ലാം വെളിപ്പെടുത്തി കൊടുത്തു. സ്വർഗത്തെക്കുറിച്ചുള്ള ദർശനങ്ങൾ കൊടുത്തു. അമ്മയെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് മാലാഖ വൃന്ദങ്ങൾ ഇറങ്ങി വന്നു. അതുപോലെ തന്നെയായിരുന്നു എൻ്റെ വല്യച്ഛൻ്റെ അവസ്ഥയിലും. വല്യച്ഛൻ മരണപ്പെടുന്ന സമയത്തും നിങ്ങൾക്കറിയോ, പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്ന് എനിക്കറിയത്തില്ല, എൻ്റെ ഭവനത്തിൽ ഒരുപാട് ചിത്രശലഭങ്ങൾ വരാറുണ്ട്. സന്ധ്യ സമയമായി കഴിഞ്ഞാൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് വരാറുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു ദിവസം അച്ഛൻ മരിക്കുന്നതിൻ്റെ തലേ ദിവസം രാത്രി ചിത്രശലഭങ്ങൾ, അത് ചെറിയ ചിത്രശലഭങ്ങളൊന്നുമല്ല, വലിയ ചിത്രശലഭങ്ങൾ, 2 ചിത്രശലഭങ്ങൾ, വലിയ ചിത്രശലഭങ്ങൾ ഇങ്ങനെ ഭിത്തിയിൽ വന്ന് ഇരിക്കുകയുണ്ടായി. അതിനുശേഷം ഈ അച്ഛൻ മരിക്കാറാവുന്ന ഒരു സമയമായപ്പോഴേക്കും, ഏകദേശം രാത്രിയാണ് അച്ഛൻ മരിക്കുന്നത്, ആ ഒരു ടൈം ആയപ്പോഴേക്കും ഈ ചിത്രശലഭങ്ങൾ ഒരെണ്ണം, വലിയൊരു ചിത്രശലഭം പറന്നു വന്ന് അച്ഛൻ്റെ തലക്കീഴെ, കട്ടിലിൻ്റെ ആ ഒരു തലക്കീഴെ വന്ന് ഇങ്ങനെ ഇരിപ്പായി. അപ്പം ഞങ്ങൾ മാത്രമല്ല കേട്ടോ, ഞങ്ങളുടെ അയൽവക്കക്കാരൊക്കെ ഉണ്ട്. ഞങ്ങൾ അത്ഭുതത്തോടു കൂടി ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് കാര്യം മനസ്സിലായതാണ്, അച്ഛനെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് ആരൊക്കെയോ വിരുന്നുകാർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വന്നിരിപ്പായി. ഏകദേശം അച്ഛൻ മരിച്ചു കഴിഞ്ഞ സമയമായി കഴിഞ്ഞപ്പോഴത്തേക്കിനും ഈ ഒരു ചിത്രശലഭം അവിടെ നിന്ന് പറന്നുപോയി. അതിനർത്ഥം അച്ഛൻ്റെ ആത്മാവ് അവിടെ നിന്നും പോയി. അതിനുശേഷം ഈ ചിത്രശലഭം അവിടെ നിന്ന് പോയത് ഞങ്ങൾ കണ്ടുകൊണ്ട് ഇരിക്കുകയായിരുന്നു. ഇതൊന്നും കെട്ടുകഥകളല്ല, പക്ഷെ നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടെങ്കിലേ വിശ്വസിക്കൂ എന്ന് ഉറപ്പായിട്ട് നമ്മുടെ ഹൃദയത്തിൽ പറഞ്ഞിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഒരു ദിവസമെങ്കിലും നമ്മൾ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ എല്ലാ ദിവസത്തെ പ്രാർത്ഥനയിലും പ്രാർത്ഥിക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇന്നേ ദിവസം എത്ര പേര് മരണപ്പെടുന്നുണ്ട്, എത്ര പേര് പാപം ചെയ്തിട്ട് മരണപ്പെടുന്നുണ്ട്, എത്ര പേര് കുമ്പസരിക്കാതെ പ്രാർത്ഥിക്കാതെ മരണപ്പെടുന്നുണ്ട്. അതൊന്നും അവരുടെ തെറ്റല്ല, കാരണം നമുക്കൊരു സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. അതാണ് മരണം എന്ന് പറയുന്നത്. എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. ആ മണിക്കൂറോ ആ സമയമോ നമുക്കറിയില്ല. യേശുവിൻ്റെ വരവ് നമുക്കറിയാമോ? അറിയാമായിരുന്നെങ്കിൽ നമ്മൾ അതിനു വേണ്ടി എപ്പോഴേ റെഡി ആയിട്ടിരിക്കുമായിരുന്നു. ഇന്നും നമ്മൾ അലസമായിട്ടാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അപ്പോൾ ഈ മരണം വരുന്നത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവർ നമ്മുടെ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൊതിക്കുന്നുണ്ട്. കാരണം നമ്മൾ ഭൂമിയിലായിരിക്കുമ്പോൾ ചെയ്തു പോയതിനെല്ലാം തന്നെ നമുക്ക് ഒരനുഭവം ഉണ്ട് അവിടെ, ഒരനുഭവമുണ്ട്. പക്ഷെ നമ്മളത് അനുഭവിക്കാത്തത് കൊണ്ടാണ് നമുക്കത് വിശ്വസിക്കാനായിട്ട് പറ്റാതെ പോകുന്നത്. പ്രൈസ്. എനിക്ക് വിശ്വാസം വന്നത് എൻ്റെ വല്യമ്മയും വല്യച്ഛനും ഒക്കെ ഇങ്ങനെ മരിക്കാറ് ആ ഒരു സമയത്ത് എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞത്, അവർ കാണുന്ന കാഴ്ചകൾ അവർ പറയുകയാണ്, അവർ സംസാരിക്കുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്കറിയാം എന്താ അവിടെ സംഭവിക്കുന്നുണ്ട്. എന്തൊക്കെയോ മാറ്റങ്ങൾ അവർക്കുള്ളിൽ വന്നിട്ടുണ്ട്. യേശുവിനെയൊക്കെ ഈ സ്വർഗം കാണുക, ദർശിക്കുക, ഇതൊക്കെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് യാഥാർത്ഥ്യമാണ്. ഓരോരുത്തരും അവനവൻ ചെയ്യുന്നതിൻ്റെതായിട്ടുള്ള ശിക്ഷകൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് ശരീരമില്ല, ആത്മാവാണെങ്കിൽ കൂടിയും അവർക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. പക്ഷെ നമ്മുടെ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. നിങ്ങളുടെ ഒരു ശാരീരിക അസ്വസ്ഥതകൾ പോലും നമുക്ക് അവർക്ക് വേണ്ടി അർപ്പിക്കാനായിട്ട് സാധിക്കും. നമ്മളോട് പലപ്പോഴും ആത്മാക്കൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട് പ്രാർത്ഥിക്കാനായിട്ട്. അത് പല വിധത്തിൽ, അതായത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ പലപ്പോഴും ഉണ്ടാവാറുണ്ടായിരുന്നു. എനിക്കതറിയില്ലായിരുന്നു, ഇങ്ങനെ പല ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാകുന്നതെന്ന് അറിയില്ലായിരുന്നു. പക്ഷേ ഞാൻ അതിനു വേണ്ടി പ്രാർത്ഥിച്ചതിന് ശേഷം എനിക്ക് വളരെയധികം ഈ പറഞ്ഞ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കുറഞ്ഞു എന്ന് തന്നെ പറയാം.
അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ, ഇതൊക്കെ ഒരു കെട്ടുകഥകളായിട്ട് കാണുന്നവർക്ക് കാണാം. ഇതിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അവരെ നിങ്ങൾ ഓർക്കണം, ചേർത്ത് പിടിക്കണം. മരണപ്പെട്ടു പോയെങ്കിൽ കൂടിയും അവരിന്നും ജീവിക്കുന്നു. ദൈവം അവരെ എപ്പോഴും സംരക്ഷിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് ദൈവത്തിൻ്റെ അരികിലെത്താനായിട്ട് നമ്മൾ വേണം അവരെ സഹായിക്കാനായിട്ട്. അത് ഓർക്കുക. അതോടൊപ്പം നമ്മളെ തന്നെ സംരക്ഷിക്കാനായിട്ടും കൂടി ശ്രമിക്കുക. എൻ്റെ യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ.